എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ്. സ്വീഡനിൽ നിന്നും നോർവേയുടെ ക്യാപിറ്റലായിട്ടുള്ള ഓസ്ലോയിലേക്കുള്ളൊരു കപ്പൽ യാത്രയാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കുറേ നാളുകൾക്ക് മുൻപ് ഓസ്ലോയിൽ പോയിട്ടുണ്ട്. അന്ന് മക്കളൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓസ്ലോയിലേക്ക് പോകുന്നത് സ്ഥലം കാണാനോ അങ്ങനെയൊന്നുമല്ല, ഒരു പ്രധാനപ്പെട്ടൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് വഴിയെ പറയാം. അപ്പോൾ നമ്മളാദ്യം നമ്മളിപ്പം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കോപ്പൻഹേഗനിൽ നിന്നാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൻമാർക്കിലാണ് കോപ്പൻഹേഗൻ. അപ്പം സ്വീഡനെയും ഡെൻമാർക്കിനെയും കണക്ട് ചെയ്യുന്ന ഒറസൺ ബ്രിഡ്ജ് വഴിയാണ് നമ്മളിപ്പോൾ ഡെൻമാർക്കിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ട്രെയിനും മുകളിൽ കൂടി റോഡുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. വെതർ ഫോർകാസ്റ്റിൽ നല്ല മഴയായിരുന്നു കാണിച്ചിരുന്നത് ഓസ്ലോയിലൊക്കെ നമ്മൾ പോകുന്ന സമയങ്ങളിൽ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അധികം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ അടിയിലൂടെയുള്ള ടണലിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ തുടങ്ങിയത് കാരണം അപ്പോൾ ഇവിടെ നോക്കിയാലും ടൂറിസ്റ്റ് ബസ്സുകളും ഒരുപാട് ടൂറിസ്റ്റുകളെയും കാണാൻ പറ്റി. അങ്ങനെ 1 മണിക്കൂർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഒരു കോപ്പൻഹേഗനിലുള്ള പോർട്ടിലേക്ക്. കോപ്പൻഹേഗൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പം ഇതിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. അതായത് മോഡേൺ ബിൽഡിങ്സ് ഉള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്സ് ഉള്ളൊരു ഓൾഡ് സിറ്റിയും നമുക്ക് കാണാൻ പറ്റും. രണ്ടും ഒരേപോലെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന DFDSൻ്റെ നോർഡിക് പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷിപ്പിലാണ്. ഇതൊരു മിനി ക്രൂസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. ക്യാബിൻ ആണ് എടുത്തിരിക്കുന്നത്. സീ വ്യൂ ക്യാബിൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ് കൊണ്ടുപോകുന്ന കാരണം തന്നെ ഇവിടെ ഒരു 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 70 മിനിറ്റ്സ് മുമ്പേ നമുക്ക് ഇവിടെ എത്തണം. അപ്പം കാർ ഇവിടെ ഇടുമ്പോൾ അലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ റൂമിലേക്ക് പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സീയൊക്കെ റഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അലാം ഇങ്ങനെ അടിക്കും. അപ്പോൾ കാറിൽ പോകുന്ന ഒന്നുകൂടെ ഈസിയാണ്, ഒന്നുകൂടെ സുഖമാണ്. നമുക്ക് ലഗേജൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അവിടെ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് റൂമിലേക്ക് പോവാം. കിഡ്സൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ പണ്ട് പോയത് അവർക്ക് അത്ര ഓർമ്മയില്ല, അതുകൊണ്ട് അവർ ആദ്യമായിട്ട് പോകുന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. അപ്പോൾ ട്രക്സും കാറും എല്ലാം ഇങ്ങനെ അവർ പറയുന്ന ലൈനിലേക്ക് നമുക്കിങ്ങനെ നമുക്ക് പാർക്ക് ചെയ്ത് ഇടാം. അങ്ങനെ നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഇപ്പം റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു 5ാമത്തെ ഡെക്കിലായിരുന്നു തോന്നുന്നു, 5ഓ 6ഓ ആണെന്ന് തോന്നുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നോർഡിക് പേൾ, ഇങ്ങോട്ട് വരുന്നത് നോർഡിക് ക്രൗൺ ആണ്. അപ്പോൾ രണ്ടും 2 ഷിപ്പാണ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചുകൂടെ പഴയൊരു ഷിപ്പാണ് നോർഡിക് പേൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് കയറി ഡയറക്റ്റ് നമ്മുടെ ഒരു ഡെക്കിലെത്തിയിട്ട് റൂമിൽ കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചില സമയത്ത് നല്ല ഓഫറുകളൊക്കെ വരാറുണ്ട് ഈ ഷിപ്പിൽ പോകാൻ. അപ്പോൾ അതിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ലോങ് വീക്കെൻഡ്സൊക്കെ വരുമ്പോൾ ബുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഓസ്ലോയിൽ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാം. അതുപോലെ നമ്മളിപ്പം ഒരു ദിവസം അവിടെ ചെന്നിട്ട് ആ ദിവസം തന്നെ തിരിച്ചു വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസം വൈകിട്ടും തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പാസ്പോർട്ടും അതൊക്കെ അവിടെ എൻട്രൻസിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ പാസ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റൂമിൽ ഇതുപോലെ ബങ്ക് ബെഡ്സും ഉണ്ട്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ബെഡ്സാണ്. അപ്പോൾ നമ്മൾ കയറിയ പാടെ തന്നെ നല്ല AC ഒക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പും. കയറിയ പാടെ തന്നെ നമ്മൾ കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. നമ്മുടെ എയ്റോപ്ലെയിനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വാക്യൂം വെച്ചിട്ട് സക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ടോയ്ലറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് വെള്ളം ഒക്കെ പൈപ്പിൽ നിന്ന് നമുക്ക് കുടിക്കാം. അപ്പോൾ അത്രയ്ക്ക് നല്ല വെള്ളമാണ്. അപ്പം കുട്ടികൾ വന്നപ്പെടുത്തി തന്നെ അവർ ബങ്ക് ബെഡ്സിൽ കയറി അവർ പരിപാടി തുടങ്ങി. നമ്മൾ കുറച്ച് നേരം ഈ റൂമിൽ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് പോയത്. നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്ലൂബെറി മഫിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി പതുക്കെ ഷിപ്പ് എടുക്കും. അങ്ങനെ ഷിപ്പ് ഇപ്പം മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഓസ്ലോയിൽ പോകുന്നതെന്ന് നമ്മളിതുവരെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഗുരു
മോഹൻജിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മോഹൻജി മലയാളിയാണ്, ഒരുപാട് പേർക്കറിയാം, ഒരു സ്പിരിച്വൽ ലീഡറാണ്, ഗുരുവാണ്. അപ്പോൾ ഞാൻ ഈ അടുത്താണ് മോഹൻജിയായിട്ട് കണക്റ്റ് ആവുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുകയും അതുപോലെ ബുക്സ് വായിക്കുകയും ഒക്കെ ചെയ്തങ്ങനെ ഭയങ്കര ഒരു കണക്ട് ചെയ്യണമെന്ന് നമുക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എംപവേർഡ് പ്രോഗ്രാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക്ലി Q&A സെഷൻ വന്നപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി കൈപൊക്കി അപ്പോൾ അവർ പറഞ്ഞു ടൈം ഓവറായി, ഇനി അടുത്ത സെഷനിൽ ചോദിക്കാമെന്ന്. അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ പേര് മോഹൻജി വിളിച്ചിട്ട് ഇതുപോലെ ബിൻസി വാണ്ടഡ് ടു ആസ്ക് സംതിങ്, യു ക്യാൻ ആസ്ക് നൗ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് മോഹൻജി ഉത്തരവും തന്നു. അപ്പോൾ ആണ് ചോദിച്ചാൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്, സ്വീഡനിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിതുപോലെ നിങ്ങളുടെ അടുത്തുള്ള രാജ്യത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാണാൻ വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ കാണാൻ വരാൻ പറ്റും, നിങ്ങൾ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. അപ്പോൾ അതെനിക്കൊരു നിയോഗം പോലെ തോന്നി. ആ ഒരു ഗുരുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആ ഒരു ഇതിൽ എന്തായാലും പോയി കാണാൻ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻജി. അപ്പം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെയാണ് നമ്മൾ മോഹൻജിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അത്യാവശ്യം എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഷിപ്പിൽ ഡെക്കിൽ കയറി. ഈ ഒരു ഷിപ്പിൽ നമുക്ക് മുകളിൽ കയറിയിട്ട് അതായത് ഷിപ്പിൻ്റെ ബാക്ക് ഭാഗത്തേക്കും എല്ലായിടത്തേക്കും പോകാനായിട്ട് ആക്സസ് ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്കങ്ങനെ ആക്സസ് ഇല്ലായിരുന്നു. അപ്പോൾ മുകളിൽ തന്നെ ഇവിടെ എന്താണ് ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഈ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ എക്സ്ട്രാ ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും എക്സ്ട്രാ പേ ചെയ്യണം. അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ്. പിന്നെ ഇവിടെ കിഡ്സിന് പ്ലേ ഏരിയാസ് ഉണ്ട്, ബോർഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളുണ്ട്, ഗെയിംസും കാര്യങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂള്, ബബിൾ ബാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും ബോറടിക്കില്ല, പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ 8 മണിക്കാണ് നമ്മൾ ഡിന്നർ ഓപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു ബുഫേ ഡിന്നറാണ്. കിഡ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസും അതുപോലെ എല്ലാവർക്കും ഒരുപാട്, മെയിൻലി സീ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സീ ഫുഡാണ് മെയിനായിട്ട്. അപ്പം പിന്നെ യൂഷ്വലായിട്ടുള്ള ഇംഗ്ലീഷ് എല്ലാ മീറ്റും റൈസും പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ലോബ്സ്റ്ററും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചു. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഇത് അതിൽ കോമ്പൻസേറ്റ് ആയി. പിന്നെ ഡെസേർട്ടിനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ ചെന്ന സമയത്ത് കപ്പലിന് ചെറിയൊരു കുലുക്കം ഉണ്ടായിരുന്നു. സീ കുറച്ച് റഫായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്യാബിനിൽ വന്നിട്ട് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. അങ്ങനെ ഇപ്പോൾ രാവിലെയായി, നമ്മളിപ്പം ഓസ്ലോ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓസ്ലോ തീരം അടുത്തപ്പം കുറച്ച് മഴയും ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നോർവേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് എന്താണ് കെട്ടിടങ്ങളും നല്ലൊരു കാഴ്ചയാണ്. നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റ് റെഡിയായിട്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തി. 7ാമത്തെ ഡെക്കിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു 10 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഓസ്ലോയിൽ പോർട്ടിൽ കപ്പൽ വന്ന് അടുത്തു. ഇനി നമ്മൾ പോവാണ്. നമ്മളവിടെ താമസിക്കാനായിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പം അവിടേക്ക് പോവാണ്. ഓസ്ലോയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയായിട്ട് തോന്നി. അങ്ങനെ ആണ് ആസ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്കാൻഡിക് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഒരുപാട് ഷിപ്സ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, ക്രൂസുകൾ, വലിയ വലിയ ക്രൂസുകളൊക്കെ കിടപ്പുണ്ട്. നോർവേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിറ്റിയാണ്. ഇവിടെ പഴയ ബിൽഡിങ്സും അതുപോലെ പുതിയ ബിൽഡിങ്സിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ്. നമ്മൾ സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ കാണുന്നതിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സാണ് ഇവിടെ. ഒരു നല്ലൊരു കളർ കോമ്പിനേഷനും
കുറച്ചുകൂടെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും ടണൽസാണ് റോഡിന്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടണൽസ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതുപോലെ രണ്ട് റോഡിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ടണൽസും ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ റൗണ്ട് അബൌട്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടണലാണ്. പിന്നെ സ്വീഡനെയും ഡെൻമാർക്കിനെയും അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. നമ്മളിപ്പം ഒരു വളരെ കുറച്ച് കിലോമീറ്റേഴ്സൊക്കെ കവർ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നതായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ട്രാഫിക് തന്നെയാണ്. സ്വീഡനിൽ കുറച്ചുകൂടെ ഫാസ്റ്റാണ്, നമ്മൾ ഇത്രയും ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കാറില്ല. അതുപോലെ ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രാക്കുണ്ട്, ഐ മീൻ ലെയിനുണ്ട്. അപ്പോൾ അതുപോലെ ബസ് സ്പീഡിൽ പോകും, പക്ഷേ കാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കും. അത്യാവശ്യം നല്ല ട്രാഫിക് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ടൈം 4 മണിയായിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ യു ക്യാൻ ചെക്ക് ഇൻ ഏർലി എന്നവർ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ ഒരു 10-11:30 ആയപ്പോഴത്തേക്ക് നമ്മളിപ്പം ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ ഒരു ലഞ്ച് ടൈമാണ്. നമ്മളാദ്യം ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിൽ കുറച്ച് നേരം വിശ്രമിച്ചു. എന്താണെന്നറിയില്ല, നമ്മൾ നന്നായിട്ട് ഉറങ്ങിയെങ്കിലും ഒരു കടലിൽ വന്നുകൊണ്ടായിരിക്കണം എല്ലാവർക്കും നല്ലൊരു ക്ഷീണമാണ്. അപ്പം പുറത്തെങ്ങും പോകാനായിട്ട് തോന്നിയില്ല. നമ്മളവിടെ റൂമിൽ കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത്. ഇത് അത്യാവശ്യം നല്ല പഴയൊരു ഹോട്ടലാണ്. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ റൂമിൽ വലുതായിട്ട് AC-യുടെ പ്രവർത്തനം ഇല്ലായിരുന്നു. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോൾ നമുക്കത് തോന്നി. അങ്ങനെ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പഴയ ഹോട്ടലായതുകൊണ്ട് AC അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒരു ഫാൻ തന്നിട്ടുണ്ടായിരുന്നു. പകൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളിവിടെ കുട്ടികൾക്ക് ബങ്ക് ബെഡ്സും നമുക്ക് നോർമൽ ബെഡും അങ്ങനെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. ആറ് മണിക്കാണ് മോഹൻജിയായിട്ടുള്ള മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമല്ല, UK-യിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു, ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ അല്ല. മോഹൻജി നോർവേയിൽ മറ്റൊരാവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ മീറ്റ് ചെയ്തതാണ്. വളരെ ബ്ലെസ്ഡായിട്ട് തോന്നി. കാരണം അങ്ങനൊരു അവസരം വന്നപ്പോൾ അത് മിസ് ചെയ്ത് കളയാനും തോന്നിയില്ല. അപ്പോൾ നമ്മളിപ്പം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ ട്രാഫിക് കാരണം നമ്മൾ കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഒന്ന് എത്തണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടെന്ന്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ ഒരു ബിൽഡിങ്. അതെനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. ഇതുവരെ അങ്ങനെ അത്രയും ഭംഗിയിലൊരു ബിൽഡിങ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് മോഹൻജിയുടെ മീറ്റിംഗ് ഓസ്ലോയിൽ തന്നെയാണ്, സിറ്റിയിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു ഹാളിലാണ് മീറ്റിംഗ്. അപ്പം നമ്മൾ ഡെൻമാർക്കിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഞാൻ കണക്ട് ചെയ്താണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം ഓൾറെഡി അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. മോഹൻജി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാറ് പാർക്കിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, പാർക്കിംഗ് സ്പേസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഏട്ടൻ കാറ് പാർക്കിനായിട്ട് പോയി. അപ്പോൾ ഇതാണ് ഹോള്. അങ്ങനെ വെയിറ്റിനൊടുവിൽ മോഹൻജി വന്നു. ടാക്സിയിലാണ് വന്നത്. അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരുപാട് നല്ലതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. മോഹൻജിയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ www.mohenji.org വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോൾ അതിലെല്ലാ ബ്ലോഗ്സും എല്ലാം ഉണ്ട്. അതുപോലെ കോഴ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിലൊരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. വളരെ ഹമ്പിളായിട്ടുള്ള, വളരെ ഭയങ്കര ഒരു തേജസ്സുള്ള ഒരാളാണ് മോഹൻജി. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. അതായത്
എല്ലാവരെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ നമ്മളവിടെ എല്ലാവരും ഇരുന്ന് മോഹൻജിയോട് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിനെല്ലാം ആൻസേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ് തരുന്നത്. പിന്നെ നമ്മൾ ബുക്കിൽ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു, കുട്ടികളുടെ ബുക്കിലും ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. Even if you have kind of possessiveness, things will happen as it is. So you should look at the whole life as a drama, where there is emotion. Like you imagine you see your life on silver screen, on the screen. There is drama, there is emotion, there is feeling. All these things are there, and we are experiencing it. We are acting in it, experiencing it. So that's simple it is. That's it. So once you understand that, okay, this is a drama. Okay, let this come and let this go. See, nothing stays, right? Your emotions don't stay. Everything changes. Season don't stay, it changes. Time doesn't stay, it changes. So change is part of life. So when you let go, you feel very nice. But then you let go of all plans? Whether you let go or not, no. Why you let go plans? Yeah, because That is gold, right? Yeah, but this... No, wait. What does plans for? Roadmap, where you want to go, correct? Plan is a derivation of purpose. What you want from life. അങ്ങനെ നമ്മളെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അവിടെ ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കുറച്ച് ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ എന്തായാലും വീണ്ടും നമ്മൾ കാണും. അപ്പോൾ എല്ലാവരോടും നല്ല ജെൻറ്റിലായിട്ട് ഭയങ്കര പോയപ്പോൾ ഒരു സങ്കടമായിരുന്നു. പിന്നെ ആ ഒരു ദിവസം ഇനിയും ഒന്നുകൂടെ വന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പറ്റി. അങ്ങനെ നമ്മളിപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടികൾ ഒക്കെ ഭയങ്കര ഹാപ്പി. അവർ ഏറ്റവും ഈ നോർവേയിൽ വന്നപ്പോൾ ഏറ്റവും അവർക്ക് സന്തോഷം തോന്നിയത് മോഹൻജിയെ മീറ്റ് ചെയ്തപ്പോഴാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കൊരു 8:30 ആയി. 9:30 ആയി. അപ്പോഴത്തേക്ക് കടകളെല്ലാം ക്ലോസ് ചെയ്തു. നമ്മളിനി എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റി സെൻറ്റർ അവിടെ ഇങ്ങനെ നടന്നു. അപ്പോൾ മിക്ക കടകളും ക്ലോസ്ഡാണ്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഇതുപോലെ ഹാംബർഗർ ഗ്രിൽ അങ്ങനത്തെ ഒരു കടയിൽ നിന്ന് നമ്മൾ റോള് മേടിച്ചു, ഷവർമ പോലത്തെ റോള്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് കഴിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മളിന്ന് തിരിച്ചു പോവാണ്. ഇന്ന് 4:30 നമ്മുടെ ഷിപ്പ്. അപ്പോൾ നമ്മളിനി ഓസ്ലോയിലോട്ട് പോയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. സ്കാൻഡിക് എക്സ്കറിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും എല്ലാം പാക്ക് ചെയ്ത് ഇനി നമ്മളൊന്ന് ഓസ്ലോയിൽ ചെറുതായിട്ടൊന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഓസ്ലോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അത്യാവശ്യം നന്നായിട്ട് ഒരു പാലസും അവിടെ നിന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വീണ്ടും പോയില്ല. നമ്മൾ പോകാത്ത സ്ഥലം അവിടേക്ക് ഒന്ന് കറങ്ങി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ നമ്മളിനി തിരിച്ച് 1 hour ഡ്രൈവാണ് ഓസ്ലോയിലേക്ക്. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നടന്നിട്ടാണ് അവിടേക്ക് ഒന്ന് കറങ്ങാൻ പോയത്. നല്ല ക്ലൈമറ്റായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും പിന്നെ ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഓസ്ലോ സെൻറ്ററാണ്. ഇവിടുന്ന് ഓസ്ലോ റെയിൽവേ സ്റ്റേഷനും പിന്നെ ഒരു വലിയ മോളും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ നടന്നു പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓസ്ലോ മോളിൻ്റെ അകത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്.
ഉണ്ട്. ചിരിക്കുന്നു. ഇതാണ് ഓസ്ലോ മോൾ. ഇവിടെ ഇഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. എന്താ പറയുക, നല്ല ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന്, അത് എസ്പെഷ്യലി ഈ സ്വീഡൻ, ഡെൻമാർക്കിൽ നിന്ന് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനും പുറത്തേക്കുള്ള കാഴ്ചകളും അതിമനോഹരമായിരുന്നു. വേറൊരു സ്ഥലത്ത് ചെന്ന പോലെ, മൂവീസിലൊക്കെ കാണുന്ന പോലെ ട്രാംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, പിന്നെ നിറയെ ആൾക്കാർ പോകുന്നു, അങ്ങനെ ഒരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് പേ ചെയ്ത് അവരെ കൊണ്ട് സെർവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ പിസ്സ, റൈസ് ആൻഡ് ചിക്കൻ, പാസ്ത അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് ഉള്ള ഫെറിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നോർഡിക് ക്രൗൺ ആണ്. ഇത് കുറച്ചുകൂടെ പുതിയൊരു ഷിപ്പാണ്. ഈ ഷിപ്പിലാണ് നമ്മൾ അന്ന് പണ്ട് പോയത്. ഇത് കുറച്ചുകൂടെ പുതിയതാണ്. പിന്നെ ബെഡ് സോഫയായിട്ട് മാറ്റാനുള്ള പ്രൊവിഷനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെക്കിലൊക്കെ പോയി നിന്ന് കുറച്ച് നേരം ഷിപ്പ് എടുത്തപ്പോൾ മുകളിലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്, അത് പറയാൻ മറന്നു. അവിടെ ഓഫറിലൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. കിഡ്സിന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന് ഷിപ്പിൽ കയറി. ഇതുവരെ നമ്മൾ പോയപ്പോൾ ഷിപ്പൊക്കെ ഭയങ്കര ശാന്തമായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം നല്ല റഫായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവർക്കും വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, പിന്നെ നമ്മൾ മെഡിസിനൊക്കെ കഴിക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല റഫായിരുന്നു. അപ്പം ഭയങ്കര റഫ് എന്ന് വെച്ചാൽ ഭയങ്കര റഫ്. അങ്ങനെ നമ്മൾ തിരിച്ച് രാവിലെ 10 മണിയായപ്പോഴത്തേക്ക് കോപ്പൻഹേഗനിലെത്തി തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞു യാത്രയും ഒരു മീറ്റപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്